യേശു പറഞ്ഞു ഇടുക്കുവാതിലൂടെ കടപ്പി. എന്താണ് ഇടുക്കുവാതിൽ? സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥി വിജയം നേടും. ഒരു ഉദ്യോഗസ്ഥൻ ട്രെയിനിങ് കിട്ടുന്നവൻ നല്ല ഉദ്യോഗസ്ഥനായി മാറും. എന്നാൽ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ വിഷയത്തിൽ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും കുറിച്ച് പറഞ്ഞിട്ടാണ് യേശു ഇത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇടുക്കുവാതിലേതാണ്? പ്രമാണത്തിലൂടെ ഒരുത്തൻ കൃപയിലേക്ക് വരണം. ഇടുക്കുവാതിലായ പ്രമാണത്തിലൂടെ വന്നാൽ കൃപ എന്ന വിശാലതയിലെത്തും. മറിച്ച ആദ്യമേ തന്നെ കൃപ കിട്ടിയാലും മുടിയൻ പുത്രനെ പോലെയാവും. അപ്പൻ്റിക്കെല്ലാം മേടിച്ചുകൊണ്ട് പോയി അതെല്ലാം വ്യയം ചെയ്തിട്ട് അവൻ പ്രമാണം പഠിച്ചു. അപ്പൊ കറക്റ്റ് റൂട്ട് അതാണ്. യേശു പറഞ്ഞു എന്നിലൂടെ ആ ഒരുത്തനകത്ത് വരും, പുറത്തു പോകും, മേച്ചിൽ കണ്ടെത്തും. പ്രമാണത്തിലോട്ട് ആദ്യം വരണം. അപ്പോൾ ചോദിക്കും, പ്രമാണം പാലിക്കാൻ ശ്രമിച്ച വീഴും എഴുന്നേറ്റും പഠിച്ചു കഴിയുമ്പോൾ കൃപയില്ലാതെ ഈ വണ്ടി ഓടില്ലെന്ന് നിനക്ക് മനസ്സിലാകും. അപ്പം നീ വിശാലത പ്രാപിക്കും. ദൈവത്തിൻ്റെ വിശാലതയിലേക്ക്, അനുഗ്രഹ സമൃദ്ധിയിലേക്ക്, അബൻഡന്റ് ലൈഫിലേക്ക്.